നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അറിയാം. അതേപോലെ തന്നെ പത്രവാർത്തകളിലേക്ക് പോകാം. പത്രം ആരുടെ കയ്യിലാണ്? പത്രം നമ്മുടെ VS രഞ്ജിത്തിൻ്റെ കയ്യിൽ പത്രമുണ്ട്. അപ്പോൾ പത്രവാർത്തകളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുക. മാതൃഭൂമിയുണ്ട്, മനോരമയുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും വീണാ വിജയനുമായി ബന്ധപ്പെട്ട വാർത്തയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി എല്ലാ പത്രങ്ങളിലും വരാൻ സാധ്യതയുള്ളത്. നമുക്ക് പത്രം ഒന്ന് നോക്കാം. വീണയുടെ പേരിലുള്ള കേസ് എങ്ങനെയാണ് വിവിധ പത്രങ്ങൾ ഏത് കോണിലാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മാതൃഭൂമിയിൽ പ്രധാന വാർത്ത വീണയുടെ പേരിലുള്ള കേസ് CPM നേതാക്കൾ രണ്ടു തട്ടിൽ എന്നുള്ളതാണ്. കാര്യം ഇന്നലെ ഈ വിഷയത്തിൽ മുഹമ്മദ് സലീം ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരുന്നു. രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ CPM തീരുമാനിക്കുമ്പോൾ നിയമപരമായി അതിനെ നേരിടണം എന്നാണ് മുഹമ്മദ് സലീം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയായത്: CPM നേതാക്കൾ രണ്ടു തട്ടിൽ. CMRL കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിയാക്കിയതിൽ CPM നേതാക്കളിൽ ഭിന്നസ്വരം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരള നേതാക്കളും ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത്, അല്ലാതെ പാർട്ടിക്കതിൽ കാര്യമില്ലെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നിന്ന് സേവനം നൽകാതെ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നതാണ് SFIയുടെ കുറ്റപത്രം. രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന് കേരള നേതാക്കൾ ഭിന്ന നിലപാടുമായിട്ട് PB അംഗം മുഹമ്മദ് സലീം. എങ്ങനെയാണ് മനോരമയുടെ ഈ വാർത്തയുടെ ലീഡ്? മനോരമ അതിന്റെ പൊളിറ്റിക്കൽ സൈഡല്ല, അതിന്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഒരു പുതിയ വാർത്തയുണ്ട്, അതായത് രണ്ടാം കുറ്റപത്രം എന്നാണ്. അതായത് ഇപ്പോൾ കൊച്ചിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം കൂടാതെ മറ്റൊരു കുറ്റപത്രം കൂടി വീണയ്ക്കൊരുങ്ങുന്നു എന്നുള്ളതാണ്. കാര്യം കൊച്ചിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ മുഖ്യപ്രതി എക്സാലോജിക്കോ വീണ വിജയനോ അല്ല. പകരം അവിടെ അത് ശശിധരൻ കർത്തയാണ്, CMRL ആണ്. അപ്പോൾ CMRL-നെതിരെയുള്ളൊരു കേസായിട്ടാണ് അത് വരിക. ശശിധരൻ കർത്തയ്ക്കെതിരായിട്ടുള്ള കേസായിട്ടാണ് വരിക. അതിൽ നേരിട്ട് വീണ പ്രതി ആവില്ല ഒരർത്ഥത്തിൽ. അതുകൊണ്ടാണ് വീണയ്ക്കെതിരെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പക്ഷേ വീണയെ കുറിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കേസും കൂടി SFIO ബാംഗ്ലൂരുവിൽ, കാര്യം എക്സാലോജിക്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആയതുകൊണ്ട് കർണാടകയിൽ ഫയൽ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് മനോരമ നൽകുന്നത്. പണം വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാതെ എക്സാലോജിക്ക് പൂട്ടി വഞ്ചിച്ചു എന്നതാണ് കേസ്. എന്ന് പറഞ്ഞാൽ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉപകമ്പനിയുണ്ട് CMRL-ന്. ആ കമ്പനിയിൽ നിന്നാണ് ഏകദേശം 98 ലക്ഷത്തോളം മറ്റോ വീണ വിജയൻ കടം വാങ്ങിയത്. ആ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാതിരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും പിന്നീട് പൂട്ടിപ്പോയെന്നൊക്കെയാണ് വാദം. ഇത് എത്രത്തോളം നിൽക്കുമെന്ന് നമുക്കറിയില്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. ആ വിഷയം എന്തായാലും ഒരു കേസായിട്ട് തന്നെ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കുറ്റപത്രം ബാംഗ്ലൂരിൽ കൊടുക്കും എന്ന് പറയുന്നത്. എന്നാലും ഈ വിഷയം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ കൃത്യമായി വന്നു എന്നതാണ് അല്ലേ? ഈ പത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ കുറ്റപത്രത്തിന്റെ ക്രൈം എന്ന് പറയുന്ന ആക്ടിവിറ്റിയും പൊളിറ്റിക്സും രണ്ടായി കൊടുത്തിട്ടുണ്ട്. ചില പത്രങ്ങൾ അതിന്റെ പൊളിറ്റിക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ചില പത്രങ്ങൾ അതിന്റെ ക്രൈമാണ്. ഇപ്പം കേരള കൗമുദിയിലും അതിന്റെ പൊളിറ്റിക്സ് ആണ്. വീണയ്ക്ക് കവചം തീർത്ത് CPM എന്ന് പറയുന്നത് അതിന്റെ പൊളിറ്റിക്സ് ആണല്ലോ. മനോരമ പക്ഷെ അതിന്റെ ക്രൈം എന്താണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഉൾഭാഗത്തുണ്ട് കേട്ടോ, ഉൾഭാഗത്തൊരു തലക്കെട്ടുണ്ട്. ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രതിരോധ കോൺഗ്രസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വിഷയം പാർട്ടി ഒന്നടങ്കം പ്രതിരോധിക്കാൻ പോകുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഓഫ് റോഡിലേക്ക് കയറിയോ? അറിയില്ല, ഇനിയിപ്പോൾ ഒരു കിലോമീറ്റർ അടുത്ത് വരെ നല്ല റോഡാണ്. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത്, അതായത് ഒരു 500 മീറ്ററോളം ഓഫ് റോഡ് ഉണ്ട്. നമ്മുടെ ആരെ ഡ്രൈവ് ചെയ്തെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വയനാട് നിന്ന് വാർത്തകൾ അതിവേഗം എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദീപക് മോഹനാണ് 4 വീലൊക്കെ ഡ്രൈവ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു അഡ്വഞ്ചറസ് ഡ്രൈവറും കൂടിയാണെന്ന് തോന്നുന്നു. ഞാനിതിനകത്ത് ഇത് കണ്ടേ, സീറ്റ് ബെൽറ്റ് ഉണ്ട് സാർ. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ താല്പര്യമില്ല. ഞാൻ കുറച്ച് നേരം കഴിച്ചപ്പോഴാണ് ആലോചിച്ചത്. വില്ലീസ് വാഹനങ്ങളിൽ ഇടാറില്ല, പക്ഷെ നമ്മൾ കൃത്യമായും പ്രേക്ഷകരുടെ മുന്നിൽ തെറ്റായ മെസ്സേജ് കൊടുക്കാൻ പാടില്ലല്ലോ. വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ശരി നമ്മളിതിനകത്ത് സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ചെറിയ ടെൻഷൻ. അപ്പോൾ ശരി, അപ്പോൾ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോയാൽ, നെഹ്റുവിൻ്റെ കത്തുകൾ തിരിച്ചേൽപ്പിക്കണമെന്ന് സോണിയോയുടെ കേന്ദ്രം. ഭൂകമ്പം തായ്ലൻഡിനും മ്യാൻമറിനും ബിംസ്റ്റെക് പിന്തുണ നൽകും എന്ന വാർത്തയുണ്ട്. ട്രംപിൻ്റെ പകരം തീരുവ 9 പ്രാബല്യത്തിൽ, തീരുവ തിരുത്തി 26% തീരുവ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ വാർത്തയെ ഡെവലപ്പ് ചെയ്യുന്നു. ഒരുപക്ഷേ ഈ വാർത്തയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്ത ഇത് തന്നെയായിരുന്നേനെ. അടുത്ത കാലത്തൊരു വലിയ ഇൻ്റർനാഷണൽ വാർത്ത വരുന്നത് അതാണ്. ഇനി മാതൃഭൂമിയിൽ മറ്റു ചില വാർത്തകളുണ്ട്. ചങ്ക് തകർത്തു ചുങ്കം എന്നാണ് അതിന് തലക്കെട്ടിട്ടിരിക്കുന്നത്. അതൊരു തലക്കെട്ട്, ഗംഭീരമായൊരു തലക്കെട്ടാണ്. ചങ്ക് തകർത്തു ചുങ്കം. കോവിഡിന് ശേഷം US ഓഹരി വിപണി നേരിട്ട വലിയ ഇടിവാണ്. ഉലഞ്ഞെങ്കിലും പിടിച്ചു നിന്ന് ഇന്ത്യൻ വിപണി. സെൻസെക്സിന്റെ നഷ്ടം 930 പോയിന്റാണ്. ആഘാതം 205 ലക്ഷം കോടി രൂപയാണ്. ഈ ചങ്ക് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും ചങ്ക്, ഹൃദയബന്ധം, മൈ ഫ്രണ്ട് ആ ഒരു ഹൃദയബന്ധം കൂടി തകർന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ചങ്ക് തകർത്തു ചുങ്കം എന്നുള്ളതാണ്. അത് കൊള്ളാം, നല്ല തലക്കെട്ടാണ് മാതൃഭൂമിയുടെ. ദെൻ മറ്റൊരു വാർത്തയുള്ളത്,
ഈ കോഴിക്കോട് വ്യാഴാഴ്ച അന്തരിച്ച കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജയ്ക്ക് വീരോചിതമായിട്ടുള്ള യാത്രയപ്പ് എന്ന് പറയുന്നുണ്ട്. രാജോചിതം ഈ യാത്രാമൊഴി എന്താണ് തലക്കെട്ട്? അതെ, അതിൽ പുതിയ പദവിയിൽ സാമൂതിരി പദവിയിൽ എത്തുന്ന ആളെക്കുറിച്ചും ഡീറ്റെയിൽസ് ഉണ്ട്. അദ്ദേഹം ഒരു വളരെ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പേർട്ട് ആയിട്ടൊരു വ്യക്തിയാണ്. പുതിയ ബാംഗ്ലൂർ സ്വദേശിയായിട്ട്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് ഇന്നലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതിയാണ്. പൊതുവേ വലിയ വിമർശനമാണ്, എല്ലാ തുറകളിൽ നിന്നും വലിയ വിമർശനമാണ് ഇന്നലെ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായത്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പല നേതാക്കൾക്കും വലിയ അതൃപ്തിയുണ്ട്. അവരെ അങ്ങനെ ചെയ്തത് വഴി പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൊക്കെ വന്ന് മറ്റൊരു സംസ്കാരത്തിന് തുടക്കമിടുന്ന ഘട്ടത്തിൽ വെറുതെ വെറുപ്പിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി നേരിടുന്ന പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബൽപൂരിലെ വിഷയമാണ് ചോദിച്ച സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, കൈരളി ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ചോദിക്കുന്നു. ആ വിഷയം ചോദിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഭാവം അങ്ങ് മാറുക. ഇന്ന് പ്ലീസ് ബി കെയർഫുൾ എന്നാണ് മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി. നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എന്നാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പം ആ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. നിങ്ങളാരാണ്, നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്, മാധ്യമം ആരാ, ഇവിടുത്തെ ജനങ്ങളാണ് വലുത്, പ്ലീസ് ബി കെയർഫുൾ, ഇതായിരുന്നു പ്രതികരണം. ഏതാണ് ചാനലെന്ന് അറിഞ്ഞപ്പോൾ കൈരളി എന്ന് പറഞ്ഞപ്പോൾ ബെസ്റ്റ് എന്നായിരുന്നു പ്രതികരണം. ജബൽപൂർ പുരോഹിതന്മാർക്ക് നേരെ അക്രമം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണോ മറുപടി എന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അത് ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നായിരുന്നു. ഈ നിങ്ങളാരാന്ന് ചോദിക്കുമ്പോഴേ കടമനിട്ട് 2 വരിയുണ്ട്. നിങ്ങളറിഞ്ഞോ, നിങ്ങളെങ്ങനെ, നിങ്ങളായെന്ന് മന്ത്രിയോട് നമുക്ക് ചോദിക്കാം. അതെ, അത് ശരിക്കും ആ സമയത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഫ് റോഡിലേക്ക് കയറുകയാണോ? ദീപക് ഈ ഓഫ് റോഡ് ഓടിച്ചു പോവോ? ശരി, പതുക്കെ പറഞ്ഞാലും സ്ഥിരമായിട്ട് ഇതുവഴിയൊക്കെ പോകുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ചെറിയ ഓഫ് റോഡ് ട്രക്കിങ്ങിലേക്ക് പോവുകയാണ്. രാവിലെ മനോഹരമായ കാഴ്ച. പ്രിയപ്പെട്ട പ്രേക്ഷകർ വീട്ടിലിരുന്ന് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ വേനലവധിക്കാലമാണല്ലോ, കുട്ടികളെ കൊണ്ട് കുറച്ച് സേഫായ ട്രക്കിങ്ങിനും ഒക്കെ നിങ്ങൾ പോകുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ഫീലാണ് അല്ലേ? മുബഷീർ ഇവിടെ വ്യത്യസ്തമായ കാശ്മീർ യാത്ര കഴിഞ്ഞ് അഭിപ്രായം സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ കുറിച്ച്? സമാനമായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിരുന്നല്ലോ. മുൻപ് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയൊരു യാത്ര തൃശ്ശൂരിലുണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു ചോദ്യം ചോദിച്ച സമയത്ത് കയർത്ത് സംസാരിച്ചിരുന്നു. അന്ന് നമ്മളോട് സമാനമായിട്ടുള്ള രീതിയിൽ പ്രതികരണം സുരേഷ് ഗോപി അന്ന് നടത്തിയിരുന്നു. സ്ഥാപനം ഏതാണ്, മാധ്യമപ്രവർത്തകന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് ആ രീതിയിൽ സംസാരിച്ചു. പക്ഷെ അന്ന് കേന്ദ്രമന്ത്രി ആയിരുന്നില്ല, അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന വേളയിലായിരുന്നു അത്തരം പ്രതികരണം. അതും സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഇവിടെ നിർത്തിയാലോ ദീപകെ? ഇവിടെ നിർത്തിപ്പോവല്ലേ? ഇവിടെയാണ് നമ്മൾ ഏകദേശം അതിനടുത്തേക്ക് എത്തി. ഈ സ്ഥലത്തിൻ്റെ കൃത്യം പേര് മയിലാടിപ്പാറ. വലിയ കല്ലുകളൊക്കെ ഉണ്ട്, കല്ലുകൾ മാത്രമേ ഉള്ളൂ. റോഡ് കണ്ടുപിടിക്കണമൊക്കെ വലിയ പാടാണ്. മയിലാടിപ്പാറയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. യെസ്, സക്സസ്ഫുൾ. ഓക്കെ, ഞാൻ ഇച്ചിരി ടെൻഷനിലിരിക്കുമായിരുന്നു. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ആ മയിലാടിപ്പാറയിലെ ഒരു മുകളിലെ സ്ഥലത്തേക്ക് പോയി. സ്ഥലത്തിന് എന്താ പ്രത്യേകത ദീപകെ? സാർ, ഇത് കൽപ്പറ്റ എന്നുള്ള പേര് വന്നത് കല്ലുബെട്ട എന്നുള്ളൊരു കർണാടക വാക്കുകളിൽ നിന്നാണ്. അതായത് കല്ലെന്ന് പറഞ്ഞാൽ പാറ, ബെട്ട എന്ന് പറഞ്ഞാൽ കുന്ന്. അപ്പോൾ കൽപ്പറ്റയുടെ ഏറ്റവും ടൗണിന് അടുത്തുള്ള ഒരു വലിയ കുന്നാണ് ഈ മയിലാടിപ്പാറ. പുലിയുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ 2 വർഷം മുൻപൊക്കെ ഇവിടുന്ന് കൂടുവെച്ച് കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ സിവിൽ സ്റ്റേഷനിൽ നിന്ന് വാചകം അടിച്ചിട്ട് പോയത്. മുകളിലാണെങ്കിൽ ഒരു ജൈന ക്ഷേത്രമുണ്ട്. മുൻപ് ഈ ജൈന മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വയനാട്ടിലേക്ക് കർണാടക ചിത്രദുർഗയിൽ നിന്നൊക്കെ കുടിയേറി വന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള പല വയനാട്ടിലെ വലിയ കുന്നുകളുടെ മുകളിലൊക്കെ ഇതുപോലെയുള്ള ജൈനക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. വിഷ്ണു അപ്പോൾ ഏകദേശം നമ്മൾ കുന്നുംപുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ മറ്റൊരു വാർത്തയുള്ളത് ഈ സർക്കാരിൻ്റെ കർശന നിർദ്ദേശം, കലങ്കരുത് പൂരം കുലുങ്ങരുത് പോലീസ് എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഏകദേശം മയിലാടിപ്പാറയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. എല്ലാവർക്കും ദുർഘടമായൊരു പാതയാണ്.